2026 തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എന്താണ് ഈ അമിത്ഷായുടെയും മോദിയുടെയും അല്ലെങ്കിൽ ബി.ജെ.പിയുടെയും ഒക്കെ പദ്ധതി? ആരായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ പോകുന്നത്? ഈ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒന്നാണ് DMK. ഇപ്പോൾ ഏറ്റവും ശക്തമായ അടിത്തറയുള്ളത് DMKയ്ക്കാണ്. അത് കഴിഞ്ഞാൽ AIADMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് BJP ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം ഏകദേശം 12% വോട്ടാണ് കിട്ടിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉൾപ്പെടുന്ന NDAക്ക് ഏകദേശം 19% വോട്ട് തമിഴ്നാടെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് കേരളത്തിലുള്ള അത്ര തന്നെ ജനപിന്തുണ തമിഴ്നാട് പൊളിറ്റിക്സിൽ 2024 തെരഞ്ഞെടുപ്പിൽ BJPക്കുള്ളതായി കാണാൻ കഴിയും. സോ ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ AIADMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി NDAയുടെ ഭാഗമായിരുന്നില്ല. അവർ തനിച്ചാണ് മത്സരം നേരിട്ടത്. AIADMKയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20.46% വോട്ടാണ് കിട്ടിയത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇതേ കാലയളവിൽ തന്നെ DMKക്ക് കിട്ടിയതാകട്ടെ 26.9% വോട്ടും കോൺഗ്രസിന് കിട്ടിയതാകട്ടെ 10.6% വോട്ട്. അപ്പൊ ഇവിടെ വളരെ രസകരമായ കാര്യം AIADMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും NDAയും രണ്ടായിട്ടാണ് 24 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. രണ്ടായിട്ട് മത്സരിച്ചപ്പോൾ രണ്ട് കൂട്ടർക്കും കൂടി കിട്ടിയ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 39% മുകളിൽ വരും. അപ്പോൾ 39% വോട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ അണ്ണാമലൈ എന്ന് പറയുന്ന മുൻ IPS ഓഫീസർ കൂടിയായിട്ടുള്ള യുവ നേതാവിന്റെ നേതൃത്വത്തിലാണ് BJP അതിശയിപ്പിക്കുന്ന വളർച്ച തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. ഒറ്റയ്ക്ക് വളർന്നു വരുന്നതാണ് നല്ലത് എന്നും ദ്രാവിഡ പാർട്ടികളുമായിട്ടുള്ള കൂട്ട് അത്ര ശരിയല്ല എന്നുമുള്ള ഒരു അഭിപ്രായമായിരുന്നു അണ്ണാമലയ്ക്ക് ഉണ്ടായിരുന്നത്. കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ച് 2024 തെരഞ്ഞെടുപ്പ് വരെ തനിക്കൊരു അവസരം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ മോദിയുടെയും അമിത്ഷായുടെയും ആശീർവാദത്തോടെ അദ്ദേഹം പരിശ്രമിച്ചുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 3% മാത്രമുണ്ടായിരുന്ന BJPയുടെ വോട്ട് ഷെയർ തനിച്ച് 12% ഉയർത്താനും NDAയുടെ ടോട്ടൽ വോട്ടിംഗ് പെർസെൻറ്റേജ് 19% തമിഴ്നാട്ടിൽ കൊണ്ടുവരാനും ആ സമയത്ത് അണ്ണാമലയ്ക്ക് സാധിച്ചിരുന്നു. പക്ഷേ അമിത്ഷായുടെയും മോദിയുടെയും കാഴ്ചപ്പാടിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് റിസൾട്ട് വേണം, സീറ്റുകൾ വേണം. ഇപ്പോൾ നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും അത്യാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷേ സീറ്റുകളില്ല. അപ്പോൾ ഭരിക്കാൻ ആവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സീറ്റുകൾ വേണം. അവിടെ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറെക്കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരും. അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമ അമിത്ഷായ്ക്കും മോദിക്കും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അണ്ണാമലയോട് AIADMKയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ച് തന്നെ അവർ സംസാരിച്ചിരിക്കണം. എന്തായാലും തന്റെ ടേം അവസാനിച്ചപ്പോൾ അണ്ണാമല എന്ത് ചെയ്തു? അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് പകരം പുതിയ അധ്യക്ഷൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. നിലവില് BJPയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള നൈനാർ നാഗേന്ദ്രനാണ് തമിഴ്നാട്ടിലെ BJPയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം AIADMKയുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അണ്ണാമലയെ പോലെ കർക്കശക്കാരനായിട്ടുള്ള ആളല്ല, കുറച്ചുകൂടി രാഷ്ട്രീയത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് 2025 വീണ്ടും AIADMK NDAയുടെ ഭാഗമാവുന്നത്. എന്ന് വെച്ചാൽ 2024 തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നിലവിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA എന്ന് പറയുന്ന സഖ്യത്തിന് തമിഴ്നാട്ടിൽ ഏതാണ്ട് 40% വോട്ട് ഈ ഒരു AIADMKയുടെ കൂടി സഖ്യത്തോടെ ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് മാത്രം NDA മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളായിട്ടുള്ള വിജയിയുടെ രാഷ്ട്രീയ പ്രവേശം. തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വിജയുടെ കാര്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ് വിജയ്. അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടത്. അതിനു പുറമെ ധാരാളം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ NDAയും INDA സഖ്യവും മത്സരിക്കുന്നതിനോടൊപ്പം തന്നെ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി കൂടി ഒരു പ്രധാന എതിരാളിയായിട്ട് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. സോ ഇവരാരുടെ വോട്ടായിരിക്കും പിടിക്കാൻ ചാൻസ്? ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 11-12% വോട്ട്, തനിച്ച് കിട്ടിയിരിക്കുന്ന വോട്ട്, അത് അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വോട്ടാണ്. അതിൽ കുറവ് വന്നാലും വളരെ ചെറിയൊരു അളവിൽ കുറവ് വന്നേക്കാം.
കൂടുതൽ വോട്ട് കിട്ടാനാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. ഇനി NDA മൊത്തത്തിൽ 40% ഇപ്പോഴുള്ള വോട്ടിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൂടുതലും AIADMKയുടെ വോട്ടിലായിരിക്കും കുറവ് വരാൻ സാധ്യത. അതിനേക്കാൾ കൂടുതൽ DMKയുടെ വോട്ടിലായിരിക്കും ഏറ്റവും അധികം വിള്ളലുണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ഈ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി പരമ്പരാഗതമായിട്ട് DMKയെയും AIADMKയെയും സപ്പോർട്ട് ചെയ്യുന്ന ദ്രാവിഡ വോട്ടുകളിൽ തന്നെയായിരിക്കും ഏറ്റവും വലിയ വിള്ളലുണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വിജയ് പിടിക്കാൻ പോകുന്ന വോട്ട് DMKയുടെയും AIADMKയുടെയും വോട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ രസകരമായ കുറെ കാര്യങ്ങൾ നമുക്ക് 2026 കാണാൻ കഴിയും. എന്ന് വെച്ചാൽ BJP ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാഴ്ചവെച്ചേക്കാം. വിജയ് ഇതുവരെയും DMKയോടൊപ്പമോ AIADMKയോടൊപ്പമോ നിൽക്കുന്നതായി കാണുന്നില്ല. മാത്രമല്ല വിജയുടെ റാലികൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴത്തെ DMK സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ BJPയെയും AIADMKയെയും ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും റാലികളിലും ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് DMKയാണ്. DMK നടത്തുന്ന അഴിമതിയെയും കുടുംബ രാഷ്ട്രീയത്തെയും കുടുംബ ഭരണത്തെയും അടക്കം സകലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് DMKയെ ഒരു ജനവിധിക്കായി എടുത്തെറിഞ്ഞു കൊടുക്കുന്ന ഒരു വിജയിയാണ് കാണുന്നത്. ഈ വരുന്ന 26 തെരഞ്ഞെടുപ്പിൽ വിജയ് ഒറ്റയ്ക്കിപ്പോൾ അധികാരത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. മറിച്ച് നമ്മളിപ്പോ ആന്ധ്ര രാഷ്ട്രീയത്തിൽ കണ്ടതുപോലെ പവൻ കല്യാൺ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അവിടെ. അദ്ദേഹം അവിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കുന്നു, ഉപമുഖ്യമന്ത്രിയായിട്ട് മാറുന്നു, NDAയുടെ ഭാഗമാണ്. ഇവിടെ വിജയ് NDAയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വിജയിയുടെ പാർട്ടി പിടിക്കുന്ന സീറ്റുകൾ 2026 തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും. ഒരു പക്ഷേ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും വിജയിയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ട്. കാരണം രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു വലിയ വിഭാഗം ആളുകൾ വിജയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ അവസരത്തിൽ BJPയുടെ അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവര് നമ്മൾ പരസ്യമായി നോക്കിക്കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അണ്ണാമലയൊക്കെ ഫോളോ ചെയ്താൽ മനസ്സിലാവും അവര് റൂട്ട് ലെവലിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പൊളിറ്റിക്കലി ഉള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ BJPയുടെ നേതൃത്വത്തിൽ NDA ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയ് പിടിക്കുന്ന വോട്ടുകൾ ശരിക്കും ഗുണം ചെയ്യാൻ സാധ്യത BJPക്കാണെന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ NDAക്ക് ആകാനാണ് സാധ്യത. ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാവുന്നവരുടെ കൂട്ടത്തിൽ AIADMK ഉണ്ടായേക്കാം. പക്ഷേ BJPക്ക് പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗുണം ചെയ്യും. ഒരു ത്രികോണ മത്സരം, ശക്തമായ ഒരു ത്രികോണ മത്സരം തമിഴ് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ DMKയുടെ വോട്ടിൽ കാര്യമായ ഇടിവ് സംഭവിക്കും. അങ്ങനെ വന്നാൽ അവർ ലീഡ് ചെയ്ത് നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും അവിടെ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ BJPക്കോ ഈ പറയുന്ന വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കോ അത് അനുകൂലമായി മാറിയേക്കാം. ഇപ്പോ തമിഴ്നാട്ടിലെ DMKയുടെ കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ വിജയുടെ കടന്നുവരവ് ചിലപ്പോൾ സഹായകരമായേക്കാം. കാരണം ഇപ്പോ നമ്മുടെ സ്റ്റാലിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിന് എത്ര കാലം തമിഴ് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? കരുണാനിധിക്കോ സ്റ്റാലിനോ ഉള്ള ഒരു ടാലന്റോ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വാക്ചാതുര്യമോ കഴിവോ എന്നും ഈ ഉദയനിധി സ്റ്റാലിൻ ഉള്ളതായി തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം ശോഭിക്കാൻ കഴിയുമെന്നും കരുതുക വയ്യ. ആ സാഹചര്യത്തിൽ വിജയുടെ കടന്നുവരവ് പരമ്പരാഗതമായിട്ട് DMKയുടെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് വിജയ്ക്ക് പോകുന്നതിന് കാരണമായാൽ മറുഭാഗത്ത് AIADMKയ്ക്കും BJPക്കും വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച നേട്ടം അത്ര ചെറുതല്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാണ് അവർ ഇത്രയും വോട്ട് അവിടെ പിടിച്ചത്. NDA AIADMKയുടെ സഹായം ഇല്ലാതെ 19% വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അത് AIADMK കൂടി അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സീറ്റുകൾ പിടിച്ചെടുക്കാൻ ചിലപ്പോൾ NDAക്ക് കഴിഞ്ഞേക്കും. ഈ സ്റ്റാലിന്റെ DMKക്കെതിരായിട്ട് ശക്തമായി പ്രതികരിക്കുന്ന വിജയ്ക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം സ്റ്റാലിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരത്തെയാണ് വിജയ് പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വിജയുടെ പാർട്ടി സാധ്യത കാണുന്നുണ്ട്, തീരുമാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം DMKക്ക് അദ്ദേഹത്തിന്റെ പാർട്ടി പിന്തുണ കൊടുക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. അത്രത്തോളം ശക്തമായിട്ടാണ് DMKക്ക് എതിരായിട്ട് അവിടെ വിജയ് പ്രതികരിക്കുന്നത്. അദ്ദേഹം എവിടെയും BJPയെയോ AIADMKയെയോ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതോ അറ്റാക്ക് ചെയ്യുന്നതോ ആയിട്ട് കാണുന്നുമില്ല.
സോ ഇവിടെയാണ് BJPയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത്. നരേന്ദ്രമോദി അമിത്ഷായി ഒന്നും വെറുതെ അല്ല പറഞ്ഞത് തമിഴ്നാട് പിടിക്കുമെന്ന്. അവർക്ക് കൃത്യമായ കാൽക്കുലേഷൻസ് ഉണ്ട്, കൃത്യമായ തന്ത്രങ്ങളുണ്ട്. ശരിക്കും ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ BJPയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് കണ്ട് പഠിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലും അവരവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതെന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.